നമസ്കാരം, ഞാൻ ഡോക്ടർ ആതിര. നമുക്കറിയാം, ഈ ഒരു മഴയൊക്കെയുള്ള ഈ സമയത്ത് ഏറ്റവും കൂടുതൽ വ്യാപിക്കുന്നത് രണ്ട് അസുഖങ്ങളാണ്. ഒന്ന് ഡെങ്കിപ്പനിയും, രണ്ടാമത് മഞ്ഞപ്പിത്തവും. അതിലെ മഞ്ഞപ്പിത്തത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം മഞ്ഞപ്പിത്തത്തെക്കുറിച്ച് ഒരുപാട് തെറ്റായ ധാരണകളുണ്ട്. അതേപോലെ തന്നെ ഒരു മഞ്ഞപ്പിത്തത്തിൻ്റെ ഒരു പ്രധാന, അതായത് മഞ്ഞപ്പിത്തം ഉണ്ടായി അത് മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ തിരിച്ചറിയാൻ വഴുകുന്നത് തന്നെയാണ്. മഞ്ഞപ്പിത്തം വന്നാൽ എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് ഭക്ഷണം കഴിക്കാതിരിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ലക്ഷണം കണ്ടാൽ അതിന് എന്തൊക്കെ ഭക്ഷണം കഴിക്കണം, ഭക്ഷണം കഴിക്കണ്ട എന്നൊക്കെ അറിയുന്നത് കൊണ്ട് നമുക്ക് മഞ്ഞപ്പിത്തത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇന്ന് മഞ്ഞപ്പിത്തത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് കരളിനെ ബാധിക്കുന്ന ഒരു വലിയൊരു അസുഖം തന്നെയാണ്. അതായത് നമ്മുടെ കരള്, പിത്താശയ സഞ്ചി ഇവയൊക്കെ എന്തോ ഒരു രോഗം ബാധിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഒരു മെയിൻ ലക്ഷണമാണ് ശരിക്കും മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ. ഈ കരള്, അതേപോലെ തന്നെ പിത്താശയം എന്നൊക്കെ പറഞ്ഞ് ഈ ഓർഗനെയാണ് കൂടുതലും അഫക്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ മഞ്ഞപ്പിത്തത്തെ വേണ്ട ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ അത് നമ്മുടെ ജീവൻ തന്നെ നഷ്ടമാവുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് മഞ്ഞപ്പിത്തത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം മഞ്ഞപ്പിത്തം വന്നാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങളെക്കുറിച്ചാണ്. അത് നമ്മൾ കൂടുതലും കാരണം നോർമലായിട്ടും ഈ അതായത് ലക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് മഞ്ഞപ്പിത്തത്തിൻ്റെ ആണോ അതോ നോർമലായിട്ടുണ്ടായതാണോ എന്നൊന്ന് തിരിച്ചറിയാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കണം. അതിലൊരു മെയിൻ കാരണമാണ്, നമുക്കറിയാം മഞ്ഞപ്പിത്തം വന്നാലുള്ള ആദ്യ ലക്ഷണം എന്ന് പറഞ്ഞാൽ മൂത്രത്തിൽ മഞ്ഞ നിറം, അല്ലേ? മൂത്രം മഞ്ഞ നിറത്തിൽ പോകുന്നതാണ് അതിൻ്റെ ഒരു പ്രധാന ലക്ഷണം. പക്ഷേ നമ്മൾ ഒരുപാട് നേരം മൂത്രം ഒഴിക്കാൻ വഴുകിയാലും വെള്ളം കൂടി കുറഞ്ഞാലും ഒക്കെ മഞ്ഞ നിറത്തിലുള്ള മൂത്രം പോവാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും അതുകൊണ്ടാണ് ഈ നമ്മൾ വെള്ളം കുടിക്കാൻ വഴുകി, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം മൂത്രം പിടിച്ചു വെച്ചു എന്നിട്ട് ഒഴിച്ചപ്പോൾ മൂത്രം പോയി, അങ്ങനെ നമ്മൾ അത് മാത്രം വിചാരിക്കുക. നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു ശ്രദ്ധയിൽ ഉണ്ടായിരിക്കണം. മഞ്ഞപ്പിത്തം വന്നാലുള്ള പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് മൂത്രം മഞ്ഞ നിറത്തിൽ പോകുന്നു എന്നുള്ളത്. അപ്പോൾ അത് നമ്മളെപ്പോഴും ഒന്ന് ശ്രദ്ധയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെയാണ് അടുത്ത ലക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന്, അതായത് നമ്മുടെ ത്വക്ക്, അതേപോലെ നമ്മുടെ കണ്ണ്, അതൊക്കെ മഞ്ഞ നിറം ആവുക എന്നുള്ളത്. അപ്പോൾ അതും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതായത് മഞ്ഞപ്പിത്തം വന്നിട്ട് കുറച്ച് കഠിനമായാലാണ് ഇങ്ങനെയുള്ള ഈ സ്കിന്ന്, അതേപോലെ നമ്മുടെ കണ്ണ് ഒക്കെ മഞ്ഞ നിറത്തിലാവുക. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമുക്ക് മലം, ഇരുണ്ട നിറത്തിലുള്ള മലം പോവുക. ഇതിനൊക്കെ കാരണം എന്താണ്? ബിലിറുബിൻ കൂടുന്നതാണ്. നമുക്കറിയാം മഞ്ഞപ്പിത്തത്തിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിലെ ബിലിറുബിൻ്റെ അളവ് കൂടുന്നതാണ്. അതായത് നമ്മുടെ ചുവന്ന രക്താണുക്കൾ നശിക്കുന്നത് കൂടുതലാവുമ്പോഴാണ് ബിലിറുബിൻ എന്ന ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത്. അത് ഒരുപാട് ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവുക. അതൊരു മഞ്ഞ കളറിലുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ മഞ്ഞ നിറം അതുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം, ഇങ്ങനെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് മഞ്ഞപ്പിത്തമാവാം എന്ന് നമ്മളെപ്പോഴും ഒരു ശ്രദ്ധ നമുക്ക് ഉണ്ടായിരിക്കണം. അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്ഷീണം, തളർച്ച, പനി, കുളിര്, ഇതൊക്കെ ഈ മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണങ്ങളിൽ പെടുന്നതാണ്. അതേപോലെ തന്നെയാണ് നമുക്കറിയാം ഛർദി വരുന്നതും മഞ്ഞപ്പിത്തം കൂടുതലായാൽ ഛർദി വരാം. അതൊരു സാധാരണമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ മഞ്ഞപ്പിത്തം അതികഠിനമായ രക്തം വരെ ഛർദിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇത് എപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുക എന്നുള്ളത്, അതും ബിലിറുബിൻ്റെ പ്രവർത്തനം നേരായ രീതിയിൽ നടക്കാത്തത് കൊണ്ടാണ് നമുക്ക് സ്കിന്നിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടാവുന്നത്. അതും ഒരു ലക്ഷണം. അതേപോലെ തന്നെയാണ് നമുക്ക് വയറുവേദന അനുഭവപ്പെടാം. അതെവിടെ? വാരിയെല്ലിന് താഴെ വലതുവശത്തായിട്ട് നമുക്ക് വേദന അനുഭവപ്പെടുക. അതായത് വാരിയെല്ലിന് കീഴെ വലതുവശത്തായിട്ടാണ് നമുക്ക് വയറുവേദന അനുഭവപ്പെടുക. ഈ വയറുവേദന നമുക്ക് പുറകിലോട്ട് നമ്മുടെ കരളിൻ്റെ ഭാഗത്തോട്ട് പോകുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ ഒരു വയറുവേദന നമുക്ക് അനുഭവപ്പെടുക. അതേപോലെ തന്നെയാണ് വിശപ്പില്ലായ്മ, ശരീരം മെലിയുക. ഇതൊക്കെ നമ്മുടെ മഞ്ഞപ്പിത്തം വന്നാൽ ഉണ്ടാവുന്ന ലക്ഷണങ്ങളാണ്. ഇതിലേതെങ്കിലും ഒരു ലക്ഷണം നിങ്ങൾക്കുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളൊരു ഡോക്ടറെ കണ്ടിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കണം. കാരണം ലക്ഷണങ്ങൾ അറിയാനും അതറിഞ്ഞതിൻ്റെ മരുന്ന് കഴിക്കാനും വഴുകുന്നതാണ്
എപ്പോഴും നമ്മൾ ഈ മഞ്ഞപ്പിത്തം മൂലമുണ്ടാകുന്ന മരണങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പലർക്കും ഉള്ളൊരു സംശയമാണ് മഞ്ഞപ്പിത്തം പകരുമോ, ഇതൊരു പകർച്ചവ്യാധിയാണോ എന്നുള്ളത്. ഒരിക്കലും മഞ്ഞപ്പിത്തം പകരില്ല, അതൊരു പകർച്ചവ്യാധി അല്ല. അപ്പോൾ ആ ഒരു ഇത് നമുക്ക് എന്തായാലും വേണ്ട, അതൊരു പകർച്ചവ്യാധിയല്ല. മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിലെ ബിലിറുബിൻ്റെ അളവ് കൂടുന്നതാണ്, നോർമലിനെക്കാട്ടിയും കൂടുതലാവുന്നതാണ് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്. അത് പിന്നീട് നമ്മുടെ കരളിൻ്റെയും പിത്താശയത്തിൻ്റെയും ഒക്കെ എന്തെങ്കിലും രോഗത്തെ അതിൻ്റെ ലക്ഷണമായിട്ട് നമുക്ക് അതിനെ കണക്കാക്കാം. അതുകൊണ്ട് മഞ്ഞപ്പിത്തം ഒരിക്കലും പകരില്ല. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഭക്ഷണം നമ്മൾ കഴിക്കണം മഞ്ഞപ്പിത്തം വന്നാൽ. നമുക്കറിയാം മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ ബ്ലഡിലെ ബിലിറുബിൻ്റെ അളവ് കൂടുന്നത്. അതെങ്ങനെയാണ് കൂടുന്നത്? ചുവന്ന രക്താണുക്കളുടെ നാശം ഒരുപാട് ഉണ്ടാകുന്ന സമയത്താണ് ഈ ബിലിറുബിൻ എന്ന വേസ്റ്റ് പ്രൊഡക്റ്റ്, മഞ്ഞ നിറത്തിലുള്ള വേസ്റ്റ് പ്രൊഡക്റ്റ് കൂടുതൽ ശരീരത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കറിയാം മഞ്ഞപ്പിത്തം വന്നാൽ നമ്മുടെ കരളിനെയാണ് കൂടുതൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ കരൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വേസ്റ്റ് പ്രൊഡക്റ്റിനെയൊക്കെ നശിപ്പിച്ച് അതിനെ കളയുന്ന ഒരു ഓർഗനാണ് ശരിക്കും കരൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ മഞ്ഞപ്പിത്തം വന്ന ഒരാൾക്കും അവരുടെ കരൾ അങ്ങനെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിലായിരിക്കില്ല. അപ്പോൾ അതിനൊക്കെ ബാലൻസ് ആയിട്ടുള്ള ഭക്ഷണ രീതി വേണം നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യാൻ. അതേപോലെ തന്നെ എപ്പോഴും നമ്മൾ ഈസിലി ഡൈജസ്റ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലും കഴിക്കണം. അതാണ് നമ്മൾ മെയിനായിട്ട് മഞ്ഞപ്പിത്തം വന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. നമ്മൾ മൂത്രം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കണം എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും രോഗാണുക്കളോ വേസ്റ്റ് പ്രൊഡക്റ്റോ എന്തൊക്കെ ഉണ്ടെങ്കിലും അത് വെള്ളം കുടിക്കുന്നതിലൂടെ മൂത്രം വഴി ആ വേസ്റ്റ് പ്രൊഡക്റ്റ് പുറത്തേക്ക് പോകുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെയും നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരുപാട് വെള്ളം കുടിക്കണം. അതായത് ദിവസം മിനിമം 2 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കണം. അങ്ങനെ വെള്ളം ഒരുപാട് കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള നിർജ്ജലീകരണം തടയാനും നമ്മുടെ ഉള്ളിലുള്ള ഈ വേസ്റ്റ് പ്രൊഡക്റ്റ് പുറത്തോട്ട് പോകാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ എത്ര വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റുമോ അത്ര വെള്ളം കുടിക്കാം. മിനിമം ഒരു 2 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കണം. അത് നമ്മുടെ ബിലിറുബിനെ നമ്മുടെ മൂത്രത്തിലൂടെ കളയാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ അടുത്തത് നമ്മൾ ഒരുപാട് പഴവർഗ്ഗങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. അത് നല്ലോണം കഴിക്കുന്നതോടെ നമുക്കൊരു ഇമ്മ്യൂണിറ്റി ഉണ്ടാകും. അതിൽ ഏതൊക്കെ മെയിനെന്ന് വെച്ചാൽ മധുര നാരങ്ങ ഒക്കെ ഉള്ള ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ നമുക്ക് ക്ഷീണം കുറയാനും ഇതിലൊക്കെ ആൻറ്റി ഓക്സിഡൻറ്റും വൈറ്റമിൻ സിയും വൈറ്റമിൻ എ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇമ്മ്യൂണിറ്റീനെ കൂട്ടാൻ വേണ്ടിയിട്ടും നമുക്കുണ്ടാകുന്ന ക്ഷീണം തളർച്ചയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇത് കഴിക്കുന്നതോടെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് ഒരുപാട് കഴിക്കുക. അതേപോലെ തന്നെ ക്യാരറ്റ്, തക്കാളി ഇതൊക്കെ ഒരുപാട് കഴിക്കുക. ഇതൊക്കെ നമ്മുടെ കരളിൻ്റെ പ്രവർത്തനങ്ങളെ നല്ല രീതിയിലാക്കാൻ വേണ്ടിയിട്ടും അവരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതും ഒരുപാട് കഴിക്കുക. പഴവർഗ്ഗങ്ങൾ കഴിക്കാമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പച്ചക്കറികൾ നന്നായിട്ട് കഴിക്കാം. അതേപോലെ തന്നെ നട്ട്സ് ഒരുപാട് കഴിക്കാം. അതേപോലെ തന്നെ ഓട്സ് ഒരുപാട് കഴിക്കാം. അതേപോലെ തൊലിയുള്ള പയറുവർഗ്ഗങ്ങൾ ഒരുപാട് കഴിക്കാം. ഇതൊക്കെ നമ്മുടെ കരളിൻ്റെ പ്രവർത്തനത്തെ സുഗമമാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഒരുപാട് കഴിക്കാം. അതേപോലെ തന്നെ എപ്പോഴും അതേപോലെ തന്നെ നമുക്ക് തണ്ണിമത്തൻ, പപ്പായ ഇതൊക്കെ ഒരുപാട് കഴിക്കാം. ഇതൊക്കെ നമ്മുടെ കരളിൻ്റെ പ്രവർത്തനത്തെ നല്ല രീതിയിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഈ ഭക്ഷണ രീതി, അതായത് ഈസി ഡൈജസ്റ്റ് ആവുന്ന ഭക്ഷണ രീതികൾ നമ്മളെപ്പോഴും ഫോളോ ചെയ്യാം. അതായത് അന്നജം കൂടുതലുള്ള ഭക്ഷണങ്ങൾ ആഡ് ചെയ്യുക. അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് വഴി നമുക്ക് ഈ മഞ്ഞപ്പിത്തം എന്ന രോഗം വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതിന് റിക്കവറി ആവാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ബിലിറുബിൻ്റെ അളവ് കൂടിയിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ കരൾ ഇപ്പോൾ നല്ല രീതിയിലായിരിക്കില്ല പ്രവർത്തിക്കുന്നത്, അതിൻ്റെ പ്രവർത്തനം സുഗമമാക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഭക്ഷണ രീതി നമ്മൾ ഫോളോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് എന്ത് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നതിനെക്കുറിച്ച് നോക്കാം. അതായത് മെയിൻ ആയിട്ടുള്ളത് മദ്യവും മഞ്ഞപ്പിത്തവും ഒരിക്കലും പാടില്ല. കാരണം മദ്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ നിർജ്ജലീകരണം കൂട്ടുന്ന ഒരു വസ്തുവാണ് മദ്യം എന്ന് പറയുന്നത്. മദ്യം കുടിച്ചാൽ നമ്മുടെ സ്കിന്നൊക്കെ ഒരുപാട് ഡ്രൈ ആവും, നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം നടക്കും. അപ്പോൾ ഒരിക്കലും മഞ്ഞപ്പിത്തം വന്ന ഒരാൾ മദ്യം പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് നല്ലത്. അതേപോലെ തന്നെ മദ്യം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബിലിറുബിൻ്റെ അളവ് ഓൾറെഡി കൂടിയിരിക്കുകയാണ്. അത് കുറയാനും ബിലിറുബിൻ്റെ പ്രവർത്തനമൊന്നും നേരെ രീതിയിൽ നടക്കില്ല. അതേപോലെ നമ്മുടെ ചുവന്ന രക്താണുക്കളാണ് അത് നശിക്കുന്നത്. അതിനൊരു കഴിഞ്ഞാൽ ഒരു 120 ദിവസം കഴിഞ്ഞാൽ ഈ ചുവന്ന രക്താണുക്കൾ നശിക്കും. പക്ഷേ ഇങ്ങനെ ഈ മഞ്ഞപ്പിത്തം വന്ന സമയത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾക്കും തടസ്സമുണ്ടാവും. ഈ മദ്യം കൂടെ അത് കഴിക്കുന്ന സമയത്ത്
ഒരുപാട് പ്രശ്നങ്ങൾ ഈ ബ്ലഡ് നമ്മൾ ഈ ചുവന്ന രക്താണുക്കൾ പിന്നെ നശീകരണത്തിലും ഒക്കെ ഒരുപാട് പ്രോബ്ലം വരും. അപ്പോൾ ഒരിക്കലും നമ്മൾ മദ്യവും മഞ്ഞപ്പിത്തവും നമ്മൾ ഒരിക്കലും മഞ്ഞപ്പിത്തം ഉണ്ടെങ്കിൽ എപ്പോഴും മദ്യം പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ മഞ്ഞപ്പിത്തം അതികഠിനമായ ഒരു അവസ്ഥയിലോട്ട് പോകും. അടുത്തത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ് പഞ്ചസാര. പഞ്ചസാരയും നമ്മുടെ ബിലിറുബിൻ്റെ അളവ് ശരീരത്തിൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുക എപ്പോഴും. അപ്പോൾ നമ്മൾ മഞ്ഞപ്പിത്തം വന്നിട്ടുള്ള ഒരാളാണെങ്കിൽ പഞ്ചസാര മധുരം കൂടുതലും ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതായത് കുക്കീസ്, പേസ്ട്രീസ്, അതേപോലെ കേക്ക്, സിറപ്പുകൾ, ഇതൊക്കെ എപ്പോഴും മിഠായി, ഇതൊക്കെ എപ്പോഴും ഒഴിവാക്കുന്നതാണ് കൂടുതലും നല്ലത്. അതേപോലെ തന്നെ ഉപ്പ്, അതായത് നമ്മുടെ ശരീരത്തിൽ മഞ്ഞപ്പിത്തം വന്നാൽ സോഡിയത്തിൻ്റെ ഇംബാലൻസ് ഉണ്ടാവും. അപ്പം ആ സമയത്ത് നമ്മൾ ഉപ്പ് പരമാവധി കുറയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതേപോലെ തന്നെയാണ് കൊഴുപ്പ്. അതായത് കൊഴുപ്പിന് നമ്മുടെ കരളിനും ഒരുപാട്, അതായത് നമുക്കറിയാം നമ്മുടെ കരളാണ് നമ്മുടെ എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥം നമ്മൾ കഴിച്ചാൽ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഓരോ പാർട്ടിലേക്ക് അയക്കുന്നതും വേസ്റ്റ് പ്രൊഡക്റ്റിനെയൊക്കെ പുറത്ത് കളയുന്നതും. അപ്പോൾ നമ്മൾ മഞ്ഞപ്പിത്തം വന്നാൽ കരൾ അത്ര നല്ലൊരു അവസ്ഥയിലായിരിക്കില്ല ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ഒരുപാട് കൊഴുപ്പുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന സമയം നമ്മുടെ കരളിന് അതിനെ പ്രൊഡക്റ്റാക്കി മാറ്റാനും അതായത് വേസ്റ്റ് പ്രൊഡക്റ്റൊക്കെ ഒഴിവാക്കാനുമുള്ള ആ കരളിൻ്റെ കഴിവിനെ അതൊരു തടസ്സപ്പെടുത്തും. ആ സമയത്ത് നമ്മളെപ്പോഴും ഈസിലി ഡൈജസ്റ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ കൊഴുപ്പ് ഒരുപാട് ഒഴിവാക്കുക. അതേപോലെ തന്നെ ചുവന്ന റെഡ് മീറ്റുകൾ, അതൊക്കെ അതൊക്കെ ബിലിറുബിൻ്റെ അളവ് ഒരുപാട് കൂട്ടും. അപ്പോൾ അതൊക്കെ നമ്മളെപ്പോഴും ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇരുമ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇരുമ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ബിലിറുബിൻ്റെ അളവ് ശരീരത്തിൽ കൂട്ടും. അപ്പോൾ അത് നമ്മളെപ്പോഴും ഒഴിവാക്കുക. എന്തൊക്കെയാണ് അതിൽ വരുന്നതൊക്കെയാണ് ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, ഇതൊക്കെ നമ്മൾ എപ്പോഴും ഒഴിവാക്കുക എന്നാണ് നല്ലത്. തൊലിയുള്ള പയറുവർഗ്ഗങ്ങൾ നമ്മൾ കഴിക്കാം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്.